ഈ സാമൂഹലിന്റെ 1-ാം പുസ്തകത്തിലെ ആ ഒരു സ്ത്രീയാണ്. സാമൂഹലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൽ കിടക്കുന്ന ഒരു എൽഖാന എന്ന് പറഞ്ഞൊരു പുരുഷന്റെ ഒരു സ്ത്രീയുണ്ട്, ഹന്ന. അതാണ് എന്റെ മനസ്സിലേക്ക് ഈ ഒരു സന്ദേശം പരിശുദ്ധമ്മ തന്നപ്പോ ഓടി വന്നത്. കാരണം എന്താണെന്നറിയോ? അവളും ഇതുപോലെ മക്കളില്ലാത്തതിന്റെ പേരിൽ ഒത്തിരിയേറെ വേദന സഹിച്ച് ശാപശിക്ഷകളെല്ലാം ഏറ്റുവാങ്ങി മറ്റുള്ളവർ പറഞ്ഞ കുത്തുവാക്കും വാങ്ങി ഒരു പക്ഷേ കുത്തുകിട്ടി കീറപ്പെട്ട ജീവിതത്തിന്റെ ഉടമയായിരുന്നവളാ. പക്ഷെ അവക്കൊരു വെളിപാട് കിട്ടിയപ്പോ അവളെ ചെയ്ത് ഓടി ദേവാലയത്തിലേക്ക് പോയി. കണ്ണുകൾ തമ്പുരാനിലുറപ്പിച്ച്, ദൃഷ്ടി തമ്പുരാനിലുറപ്പിച്ച്, ഹൃദയം തമ്പുരാന് കൊടുത്ത്, ശരീരം മുഴുവൻ തമ്പുരാന്റെ മുമ്പിലേക്ക് വെച്ചിട്ട് അവൾ ദൈവത്തിന് മുമ്പിൽ തന്റെ ഹൃദയത്തിന്റെ സകല വിഷമവും പ്രയാസവും സങ്കടവും ഇറക്കി വെച്ച് കണ്ണുനീരൊഴുക്കി അങ്ങ് പ്രാർത്ഥിച്ചു. യഥാർത്ഥ പ്രാർത്ഥന കേട്ടോ. പ്രാർത്ഥന നോക്കുമ്പോ കണ്ണുനീരൊഴുകും. മനസ്സ് സന്തോഷിക്കുമ്പോൾ പ്രാർത്ഥന ഉയരുമ്പോൾ ഹൃദയത്തിൽ തട്ടെ പ്രാർത്ഥനയാണെങ്കിൽ ആ പ്രാർത്ഥനാ സമയത്ത് കണ്ണുനീരൊഴുകും. നമുക്ക് കുർബാനയിലെ ചില പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ അറിയാതെ കണ്ണു നിറയില്ലേ? ചിലപ്പോഴൊക്കെ എനിക്ക് നിറഞ്ഞിട്ടുണ്ട്. അറിയാതെ കണ്ണു നിറയും. ചില പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ അറിയാതെ കണ്ണു നിറയും. കാരണം എന്താ? ആ പ്രാർത്ഥന ദൈവത്തിലേക്ക് ഉയരുന്നു, അതെന്റെ ഹൃദയത്തെ തൊടുന്നു. എൽക്കാനയുടെ ഭാര്യ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകി. അങ്ങനെ തമ്പുരാന്റെ മുമ്പിൽ കണ്ണുറപ്പിച്ച് ചങ്കു പറിച്ച് തമ്പുരാന്റെ മുമ്പിലേക്ക് കൊടുത്ത് ശരീരം മുഴുവൻ തമ്പുരാനിലേക്ക് വെച്ചപ്പോ അവൾക്ക് കിട്ടിയ അനുഗ്രഹമാണ് അവളുടെ മുറിവേറ്റ ഹൃദയത്തിന്റെ മുറിവുകൾ മുഴുവൻ മായ്ക്കപ്പെട്ടു. ശാപവാക്കുകൾ കേട്ട് തകർന്നുപോയ ഹൃദയത്തെ തമ്പുരാൻ ഉടഞ്ഞ മൺകുടത്തെ ഒന്ന് ചേർക്കുന്നത് പോലെ ഒന്ന് ചേർത്തു. ജീവിതം തരിപ്പണമായി എന്ന് വിചാരിച്ചിരുന്നവരുടെ ജീവിതത്തെ ദൈവം വീണ്ടും ഒന്നുകൂടെ ഉടച്ചു വാർത്തു. എന്നിട്ട് 18-ാമത്തെ തിരുവചനം പറയുക, പിന്നീട് ഒരിക്കലും അവരുടെ മുഖം മ്ലാനവദനമാകുവാൻ ദൈവം അനുവദിച്ചില്ല. 2 കരമുട്ടി ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തുതിക്കട്ടെ. പിന്നീട് ഒരിക്കലും അവരുടെ മുഖം മ്ലാനവദനമാകുവാൻ ദൈവം അനുവദിച്ചില്ല. നീ തമ്പുരാന്റെ മുമ്പിൽ മനസ്സുറപ്പിച്ച്, ശരീരമുറപ്പിച്ച്, ഹൃദയമുറപ്പിച്ച് ജപമാല എടുത്ത് 4 കൊന്ത ചൊല്ലിയ നിന്റെ മുഖം മ്ലാനവദനമാകാൻ ദൈവം അനുവദിക്കുകയില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവേ സ്തുതി 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 സ്തുതി. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളിലൊക്കെ കിടപ്പുണ്ട് ഈ ശാപ മനോഭാവം, ശാപ ചിന്തകൾ. എന്തേലും വന്നാൽ അവൻ ഗുണം പിടിക്കരുതെന്ന് ചിന്തിക്കുന്ന ചിന്ത നമ്മളിൽ മാത്രമാണ്, ശിഷ്യന്മാരിലും ഉണ്ടാകും കേട്ടോ. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 41 മുതലുള്ള തിരുവചനം വായിച്ചാൽ നമുക്കറിയാം ശിഷ്യന്മാരിൽ ഇതേ സ്വഭാവം ഉണ്ടായിരുന്നു. യാക്കോബും യോഹന്നാനും ഒക്കെ ഇങ്ങനെ വചനം പ്രസംഗിച്ച് നടന്നപ്പോ അപ്പുറത്തൊരുത്തൻ ഇവരോടൊന്നും കൂട്ടുകൂടാതെ, ഇവരോട് ഒന്നും അടുത്തു വരാതെ, ഇവരോടൊന്നും കമ്പനി ഇല്ലാതെ വചനം പ്രസംഗിക്കുകയും സ്നാനം കൊടുക്കുകയും ചെയ്തു. ഉടനെ അവർ തമ്പുരാന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് തന്നെ പറഞ്ഞേ, എന്റെ കർത്താവേ, നമ്മുടെ കൂടെ അല്ലാത്തവൻ അവിടെ നിന്ന് വചനം പറയുന്നു, അവനവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നു, അവനവിടെ നിന്ന് സ്നാനം കൊടുക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞേ? ഞങ്ങൾ അവനെ തടഞ്ഞു. അവിടെ നിർത്തി. വേണ്ട, എന്റെ പരിപാടി കൂടെ നമുക്ക് കിടപ്പുണ്ട്. നമുക്കിഷ്ടമില്ലാത്ത ചെയ്ത അവനെ തടയുക, നമുക്കിഷ്ടമില്ലാത്ത പറഞ്ഞ അവനെ മാറ്റി നിർത്തുക, നമുക്കിഷ്ടമില്ലാത്തത് കാണിച്ച അവനെ നമ്മുടെ വീടിന്റെ പടി കയറാൻ പോലും സമ്മതിക്കാതിരിക്കുക, തടഞ്ഞു നിർത്തുക. വീണ്ടും അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അതിന്റെ 55-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യേശു ഈ ശിഷ്യന്മാരും കൂടെ സമരിയായിലൂടെ കടന്നു പോവാം. സമരിയായിൽ കൂടെ യേശു ശിഷ്യന്മാരും കടന്നു പോകുമ്പോ ശിഷ്യന്മാരിങ്ങനെ വിചാരിച്ചത് യേശു അങ്ങ് കടന്നു ചെല്ലുമ്പോ സമരിയക്കാർ മുഴുവൻ കൂടെ ഇളകി വന്ന് ഈശോയുടെ അടുത്തേക്ക് വരും എന്നൊക്കെ വിചാരിച്ച സമരിയയിലേക്ക് കയറി ചെന്നപ്പോ എന്ത് പറ്റി? ഒരു പട്ടി കണ്ട പോലും തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പൊ യാക്കോബനും യോഹന്നാനും ഒക്കെ കലിപ്പ് കയറി. ഇന്നങ്ങനെയല്ല, കലിപ്പിന്റെ കാലമാണ്. കലിപ്പ് കയറി ഉടനെ തിരിഞ്ഞു നിന്ന് ഈശോയോട് ചോദിച്ചു, ഈശോയെ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കാൻ ഞങ്ങൾ പറയട്ടെ? അവരുടെ വായിൽ ഉടനെ ശാപകാരിയ കയറുമെന്ന്. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി നശിപ്പിക്കാൻ ഞങ്ങൾ പറയട്ടെ? ഈശോ എന്താ പറഞ്ഞത്? തിരിഞ്ഞു നിന്ന് വചനം പറയാ, അവരെ ശാസിച്ചു. തിരിഞ്ഞു നിന്ന് അവരെ ശാസിച്ചു. പ്രിയപ്പെട്ടവരെ, എത്രയോ തവണ ഈശോ എന്റെ പിന്നാലെ വന്ന് ഇതുപോലെ ശാസിച്ചിട്ടുണ്ടാകണം. ഞാൻ കയർത്ത് സംസാരിക്കുമ്പോൾ, ഞാൻ ശപിക്കുമ്പോൾ, എന്റെ വാവിൽ നിന്ന് ശാപവാക്ക് വരുമ്പോൾ, ഇതാ എന്റെ പിന്നാമ്പുറത്തൊരു കർത്താവിന്റെ മുഖം കാണാൻ എനിക്ക് കഴിയണം.
സ്ത്രീഹന്മാരുടെ പിന്നിൽ നിന്നുകൊണ്ട് അവരെ സഹായിച്ചതുപോലെ എൻ്റെ ഓരോ പ്രവൃത്തികളും പിഴയ്ക്കുമ്പോൾ എൻ്റെ പിന്നിൽ നിന്ന് ഈശോ എന്നെ സഹായിക്കുന്നുണ്ടാകാം. എൻ്റെ ഓരോ വാക്കും ഒന്ന് പതറുമ്പോൾ ഈശോ എന്നിൽ നിന്ന് എൻ്റെ അടുത്തു നിന്ന് എന്നെ തിരുത്തുന്നുണ്ടാകാം. ഓരോ വാക്കും പിഴയായി തെറിയായി ശാപമായി എന്നിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ പിന്നാമ്പുറത്തുണ്ട്. അരിശം കയറി നിൽക്കുന്നവൻ അങ്ങനെ കർത്താവിനെ കാണുന്നല്ലേ? ചില കെട്ടിയന്മാര് പറയും, എൻ്റെ വന്നാച്ച അരിശം കയറി പിന്നെ കണ്ണ് കാണാൻ വേണം, പിന്നെ കണ്ണ് കാണാൻ വേണം, പിന്നെ തെറിയായി കൊടുക്കയായി അടിയായി തൊഴിയായി കണ്ണ് കാണാൻ വേണം. എന്നാലും ഭാര്യക്കിട്ട് കൃത്യമായിട്ട് അടി കിട്ടും. ഞാൻ ചോദിക്കും, കണ്ണ് കാണാതെ ആർക്കിട്ട് അടിച്ച്? ഭാര്യക്കിട്ട്. അത് കൃത്യം ഭാര്യക്കിട്ട് കിട്ടും. കണ്ണ് കണ്ടില്ലേലും ഭാര്യക്കിട്ട് കിട്ടും, കണ്ണ് കണ്ടില്ലേലും മക്കൾക്കിട്ട് കിട്ടും. കൊടുക്കേണ്ടവരിട്ട് കൊടുക്കാനുള്ള കണ്ണ് കാണാം. അതാണ് കോപത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കൊടുക്കേണ്ടവരിട്ട് കൊടുക്കാനുള്ള കണ്ണ് കാണാം, ബാക്കി കണ്ണ് കാണാം. അപ്പോഴും ഈശോ പിന്നാമ്പുറത്തുണ്ടാവും. മക്കളെ അരുത് എന്ന് പറഞ്ഞു, മക്കളെ അരുത് എന്നൊരു വാക്ക് പറഞ്ഞ് ഈശോ അപ്പോഴും പിന്നാമ്പുറത്തുണ്ടാവും. അതുകൊണ്ട് ഈശോ എന്ന് പറഞ്ഞത് ഇതുപോലുള്ള ആഴ്വാക്കുകൾ പറഞ്ഞ് ജീവിതത്തെ മുറിപ്പെടുത്തുകയും സ്വയം നശിക്കുകയും ചെയ്യരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ദിവസം സുവിശേഷം തരിക. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായിട്ട്, ഒന്ന്, ഈശോ ശപിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. രണ്ടാമതായിട്ട്, ശാപം ഹൃദയം പിളർത്തുകയും ജീവനെ എടുക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഒരു മനുഷ്യൻ ശപിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്താ? ശാപം ഹൃദയങ്ങളെ പിളർത്തുന്നു, ശാപം ജീവനെ എടുക്കുന്നു. ഇത് രണ്ടും ശാപവാക്കുകൾക്കുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ശപിക്കരുത് എന്ന് പറഞ്ഞു വെച്ചത്. എനിക്കൊരു മനുഷ്യനില്ല, പ്രഭ എന്നാണ്, വക്കീലാണ്, അദ്ദേഹം തൃശ്ശൂരാണ്. തൃശ്ശൂർ ജീവിച്ചിരിക്കുന്ന പ്രഭ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ എന്നെ കാണിക്കാൻ വേണ്ടി 2 പ്രാവശ്യം അവന്റെ അപ്പനും അമ്മയും അവനെ കൂട്ടിക്കൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ